അമേരിക്ക തേടുന്ന രാജ്യാന്തര കുറ്റവാളി അലക്സേജ് ബെഷ്യോക്കോവിന് കേരളത്തിൽ എന്താണ് കാര്യം? അവധി ആഘോഷിക്കാൻ അലക്സേജ് കുടുംബസമേതം എത്തിയത് തിരുവനന്തപുരം വർക്കലയിലാണ്. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് ഇറക്കിയ കുറ്റവാളി ഇവിടെ എത്തിയത് അറിഞ്ഞതു മുതൽ CBIയുടെയും കേരള പോലീസിൻ്റെയും നിരീക്ഷണമുണ്ടായിരുന്നു. അവധി ആഘോഷം കഴിഞ്ഞ് റഷ്യയിലേക്ക് മടങ്ങാനുള്ള നീക്കത്തിനിടെ ലാത്വിയൻ പൗരനായ അലക്സേജിന് പിടിവീണു. ഭീകരർക്കുൾപ്പെടെ ക്രിമിനൽ സംഘങ്ങൾക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ ഇടപെട്ട ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൻ്റെ സഹസ്ഥാപകനാണ് അലക്സേജ്. അമേരിക്കയിലെ കള്ളപ്പണക്കേസിൽ പ്രതിയായ ലിത്വാനിയ സ്വദേശി അലക്സേജ് ബെസിയോക്കോവ് കഴിഞ്ഞ ദിവസമാണ് പിടിയിലായത്. കുടുംബത്തോടൊപ്പം അവധിക്കാലം ചെലവിടാൻ വർക്കലയിലെത്തിയ അലക്സേജ് ബെസിയോക്കോവിനെ ഹോം സ്റ്റേയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. രാജ്യം വിടാൻ പദ്ധതിയിട്ടിരുന്ന ഇയാളെ CBIയുടെ ഇന്റർപോൾ യൂണിറ്റിന്റെ സഹായത്തോടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. US-ന്റെ അപേക്ഷ പ്രകാരം വിദേശകാര്യ മന്ത്രാലയം കേസിൽ ഇടപെട്ടിരുന്നു. ഇതറിഞ്ഞ് ഭാര്യയെയും മക്കളെയും വിദേശത്തേക്ക് കടത്തിയ ശേഷം ഇക്കഴിഞ്ഞ 11 വൈകിട്ട് ഇയാൾ റഷ്യയിലേക്ക് മടങ്ങാൻ പദ്ധതിയിടുകയായിരുന്നു. അതിനിടയിലാണ് വർക്കല പോലീസിന്റെ പിടിയിലായത്. ഇന്റർപോൾ, CBI, കേരള പോലീസ് എന്നിവർ സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് പ്രതി വലയിലായത്. പ്രതിയെ പാട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം US-ന് കൈമാറാനാണ് നീക്കം. ക്രിമിനൽ സംഘങ്ങൾക്കും സൈബർ കുറ്റവാളികൾക്കും കോടിക്കണക്കിന് ഡോളറിന്റെ കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായം നൽകിയെന്നതാണ് ഇയാൾക്കെതിരായ പ്രധാന കുറ്റം. അലക്സേജിനെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. ഗ്യാരൻഡെക്സിന്റെ സഹസ്ഥാപകരിൽ ഒരാളായ അലക്സാണ്ടർ മിറാസർദ എന്ന റഷ്യൻ പൗരനെതിരെയും സമാന കുറ്റത്തിന് കേസുണ്ട്. ഇയാൾ UAE-യിലാണെന്നാണ് സൂചന. 2019 മുതൽ 2025 വരെയുള്ള കാലയളവിലാണ് അലക്സേജും മിറാസർദയും ഗ്യാരൻഡെക്സ് എന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ച് നടത്തിയതെന്നാണ് US-ലെ കോടതി രേഖകൾ. ഭീകരരുൾപ്പെടെ ക്രിമിനൽ സംഘങ്ങൾക്ക് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമായി ഇവർ പ്രവർത്തിച്ചെന്നാണ് കേസ്. 2019 ഏപ്രിൽ മുതൽ ഗ്യാരൻഡെക്സ് $96 ബില്യൺ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. പരമാവധി 20 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് രണ്ടുപേർക്കെതിരെയും ചുമത്തിയിട്ടുള്ളത്. News 18 ആറ്റിങ്ങൽ.